നമസ്കാരം. തിരുമേനി ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ മകനെ കണ്ടു. അപ്പോൾ ആളെ കാണുന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ നമ്മുടെ ഒരു യങ് എനർജിയാണ്. നമ്മുടെ അച്ഛനാണ്. അച്ഛൻ്റെ ട്രഡീഷണൽ പിന്തുടർന്ന് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ഇന്ന് നമ്മൾ ശരിക്കും ഒരു 18,000 മുതൽ 20,000 പേർക്ക് വരെ ഉച്ചയ്ക്ക് ലഞ്ച് കരുതുന്നുണ്ട്. അപ്പോൾ ഇന്നലെ 15,000 പേർക്കാണ് വെച്ചത്. അപ്പോൾ ഇന്ന് കുറച്ചധികം ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ പേരിൽ നമ്മൾ 18,500 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 20,000 പേർക്ക് വരെ വരുന്നുണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിന്. രാവിലെ 5,000 പേർക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. രാത്രി ഡിന്നർ ഒരു 7,500-8,000 പേർക്ക് ഫുഡ് കരുതുന്നുണ്ട്. രാവിലെ പുട്ടും കടലായിരുന്നു. ഉച്ചയ്ക്ക് സദ്യ എന്ന് പറയാൻ പറ്റില്ല, നോർമൽ ഒരു അത്യാവശ്യം ഐറ്റംസ് ഉള്ള മീൽസ് ആണ്. ഇന്ന് അടപ്രഥമനാണ് പായസം. പിന്നെ അടപ്രഥമൻ, പിന്നെ അതിനെ കൊടുത്ത് കൂട്ടുകറി ഉണ്ട്, എരിശ്ശേരി ഉണ്ട്, കിച്ചരി ഉണ്ട്, നാരങ്ങാച്ചാറുണ്ട്, പിന്നെ നമ്മൾ രസമുണ്ട്, മോരുണ്ട്, പിന്നെ പപ്പടം വയ്ക്കുന്നുണ്ട്. വൈകുന്നേരം നമ്മൾ ചപ്പാത്തി കുറുമയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അധികം ആൾക്കാർ വന്നാലും അവർക്കും കൂടി ഫുഡ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. അതാണ് എൻ്റെ ഒരു ഒരു 1000 പേരൂടെ അഡീഷണൽ വന്നു എന്ന് വിചാരിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഉണ്ട്. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യാം. 1000 ഒന്നും അല്ല, 1,500-2,000 പേർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. ഉച്ചയ്ക്ക് ഒരു 3,500-4,000 പേർക്ക് വരെ എക്സ്ട്രാ വന്നാലും കരുതാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എക്സാക്ട്ലി അങ്ങനെ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്ന രീതി അങ്ങനെ. അതുകൊണ്ട് അതുപോലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ അച്ഛന്റെ കൂടെ എത്ര കാലമായിട്ട്? കുറേ വർഷങ്ങളായിട്ട് ഞാനും ഒപ്പം ഉണ്ടാവാറുണ്ട്. വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ. പിന്നെ 100% ആയിട്ട് അച്ഛൻ്റെ ഒപ്പം. നമ്മളൊരു ഫാമിലി ബിസിനസ് ആണ്. ഞങ്ങൾ കുറേ പേര് കുടുംബത്തിൽ എല്ലാവരും ഒപ്പം ഉണ്ട്. അപ്പോൾ ഞാനാണ് അധികവും അച്ഛൻ്റെ ഒപ്പം തന്നെ എല്ലായിടത്തും പോകാറുണ്ട്. വീഡിയോയിൽ നിൽക്കുന്നത് നമ്മൾ തന്നെ ഓൺ ചാനലുകളൊക്കെ വെച്ച് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണത്തിനെ മാക്സിമം ഒരു പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കാറ്ററിംഗ് കൊണ്ടുപോകുന്നത് തന്നെ. ഇനിയുള്ള ദിവസങ്ങൾ 2 ദിവസം കൂടി മറ്റന്നാൾ ഒരു സ്പെഷ്യൽ പായസം വയ്ക്കുന്നുണ്ട്. ഞായറാഴ്ച ലാസ്റ്റ് ദിവസം സ്പെഷ്യൽ പായസം വയ്ക്കുന്നുണ്ട്. നമ്മളൊരു മിക്സഡ് വെജിറ്റബിൾ ഒക്കെ ചേർത്തിട്ടുള്ള പച്ചക്കറികൾ കൊണ്ടൊരു പായസം വയ്ക്കുന്നുണ്ട്. എല്ലാം അങ്ങനെയല്ല, മത്തങ്ങയും ഏത്തപ്പഴവും അതുപോലെ കായൊക്കെ ചേർത്തിട്ട് ഒരു പായസം വയ്ക്കുന്നുണ്ട്. തൃശ്ശൂരിന്റെ എന്തെങ്കിലും തൃശ്ശൂരിൻ്റെതായിട്ടുള്ള വിഭവങ്ങൾ അങ്ങനെ ഇത് എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്നില്ല. അപ്പോൾ തൃശ്ശൂരിനെ മാത്രം നമുക്കൊരു ഫോക്കസ് ചെയ്ത് മെനു വയ്ക്കാൻ പറ്റില്ല. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഓരോ മെനു പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ എത്രാമത്തെ പ്രാവശ്യം വരുന്നത്? തൃശ്ശൂർ തന്നെ ഇപ്പോൾ ഒരു 4ാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ കലോത്സവം കഴിഞ്ഞ കുറേ വർഷത്തിനിടയ്ക്ക് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്. ശാസ്ത്രമേളയ്ക്കൊക്കെ ഞാൻ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത് പാലക്കാട്. അച്ഛനൊപ്പം അച്ഛൻ തന്നെയാണ് ഇപ്പോഴും ലീഡർ. അച്ഛൻ്റെ ഒപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് സന്തോഷം. കൂടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റി. ആയിക്കോട്ടെ, സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇതെടുത്തു. 64ാമത് കേരള സ്കൂൾ കലോത്സവം. ട്രൂ വിഷൻ ന്യൂസ് കലയുടെ കുടമാറ്റം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. കോ ബ്രാൻഡഡ് ബൈ ടാറ്റ പവർ സോളാർ റൂഫ്. സ്പോൺസർഡ് ബൈ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ. സിൽക്ക് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള. BLM ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ. കേരള സംസ്ഥാന ഭാഗ്യക്കുറി.